ഉയിരേ ഭാഗം 4. വന്ന നേരം മുതൽ ഗൗരവത്തിൽ മാത്രം നിന്നിരുന്ന സൂര്യയുടെ മുഖത്തെ ചിരിയും സ്ട്രേഞ്ചേഴ്സിനെ അധികം അടുപ്പിക്കാത്ത തുമ്പിമോൾ അവൻ്റെ മടിയിൽ നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്നതും കണ്ട അഞ്ജുവിൻ്റെ കിളി പോയി. അവൾ ഒരു നിമിഷം ആ രണ്ടുപേരെ തന്നെ നോക്കി നിന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അച്ഛനും മകളുമാണെന്നേ തോന്നുള്ളൂ. തുമ്പിക്ക് എവിടെയൊക്കെയോ സൂര്യയുടെ ഛായ ഉള്ളതുപോലെ അഞ്ജുവിന് തോന്നി. ഇതേ സമയം അവൾ നോക്കി നിൽക്കുന്നതൊന്നും അറിയാതെ തുമ്പിയെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് സൂര്യ. ഓരോ നിമിഷവും ആ കുരുന്നു ദേഹം തൻ്റെ നെഞ്ചിൽ അമരുമ്പോൾ നെഞ്ചിലൊരു വിങ്ങലും അതുപോലെ സന്തോഷവും വന്നെത്തുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. തുമ്പിമോളുടെ ഫുൾ നെയിം എന്താ? തന്നെ നോക്കിയിരിക്കുന്ന മോളോട് സൂര്യ ചിരിയാലെ ചോദിച്ചു. ചന്മയ എന്നാ? രസമുണ്ടോ അങ്കിൾ? കുണുങ്ങി ചിരിച്ചുകൊണ്ട് മോള് ചോദിച്ചപ്പോൾ സൂര്യ അതേ ചിരിയോടെ മോളുടെ നെറ്റിക്കൊരു വശം ചുംബിച്ചു. പിന്നെ അടിപൊളി പേരല്ലേ തന്മയ എന്നത്? എനിക്കൊരുപാട് ഇഷ്ടമായി. ആനോ? അങ്കിളിൻ്റെ പേരെന്താ? എൻ്റെ പേര് സൂര്യ, സൂര്യദത്ത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? തുമ്പി ചോദിച്ചതുപോലെ തന്നെ അവൻ അവളെ നോക്കി ചോദിച്ചപ്പോൾ അവൾ ഒരു കള്ളച്ചിരി ചിരിച്ചു. അടിപൊളി പേര്, ചുംബിക്ക് ഇഷ്ടമായി. ആണോ? അല്ല, തുമ്പിമോളെന്താ ഇവിടെ? ഇത് അഞ്ജലിയുടെ മകളാണോ? തുമ്പിയെ നോക്കി ആദ്യം ചോദിച്ചുകൊണ്ട് സൂര്യ അഞ്ജുവിന് നേരെ നോക്കി. ഏയ്, എൻ്റെ മകളല്ല സാർ, എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടില്ല. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ്. ആ, ഓക്കെ. സാർ, ഞങ്ങൾ എന്നാൽ പോയിക്കോട്ടെ. താഴെ ഇവളുടെ അമ്മ കാത്തു നിൽക്കുന്നുണ്ടാവും. സൂര്യയെ നോക്കി അഞ്ജു പതിയെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൻ്റെ നോട്ടം മുന്നിലെ സ്ക്രീനിലേക്കായി. അതിൽ പാർക്കിംഗ് ഏരിയയിലുള്ളൊരു ബെഞ്ചിൽ തിരിഞ്ഞിരിക്കുന്ന സ്ത്രീ രൂപത്തിൽ അവൻ്റെ കണ്ണ് പതിഞ്ഞു. തിരിഞ്ഞിരിക്കുന്നതിനാൽ മുഖം വ്യക്തമല്ല. എങ്കിലും ഇടുപ്പോളം നീണ്ടു വിടർന്നു കിടക്കുന്ന അവളുടെ മുടികളിലേക്ക് അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നീണ്ടു. പെട്ടെന്ന് തന്നെ അവൻ അതിൽ നിന്നും നോട്ടം മാറ്റി അഞ്ജുവിനെ നോക്കി. തുമ്പിമോളെ, വാ പോകാലോ. അവനൊന്നും പറയാതെ ഇരിക്കുന്നത് കണ്ട അഞ്ജു തുമ്പിമോൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അത്രയും നേരം ചിരിയോടെ നിന്നിരുന്ന തുമ്പിയുടെ മുഖം മങ്ങി. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് പോയാലോ അഞ്ജുമ്മ? സൂര്യയുടെ നെഞ്ചിൽ ചാരി അവനെ നോക്കി സങ്കടത്തോടെ തുമ്പി പറയുന്നത് കേട്ട് അഞ്ജു വീണ്ടും ഞെട്ടി. കാരണം പാർക്കിൽ പോകാൻ കുറച്ചു മുന്നേ വരെ തിടുക്കം കാട്ടി നടന്ന ആളായിരുന്നല്ലോ. സൂര്യയും മോളെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഡോറിൽ നോക്ക് ചെയ്തുകൊണ്ട് മനു കയ്യിലൊരു ഫയലുമായി അകത്തേക്ക് കയറി വന്നത്. ഏട്ടാ, ഇതൊന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നോക്കിയ അവൻ ചെയറിലിരിക്കുന്ന സൂര്യയെയും അവൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന തുമ്പിയെയും കണ്ട് ഞെട്ടിത്തരിച്ചു പോയി. എല്ലാത്തിനും ഉപരി അവനെ ഞെട്ടിച്ചത് 3 കൊല്ലമായി അവനിൽ അന്യം നിന്നിരുന്ന നിറഞ്ഞ ആ പുഞ്ചിരി കണ്ടപ്പോഴായിരുന്നു. സൂര്യയുടെ മുഖത്തെ സന്തോഷത്തിൽ നോക്കിക്കൊണ്ട് മനു അവർക്കടുത്തേക്ക് ചെന്നു. എന്താ മനു? ആ, അത് പിന്നെ ഏട്ടാ, ഞാൻ ഈ ഫയലൊന്ന് അച്ഛന് അയക്കാൻ പറയാൻ വന്നതായിരുന്നു. ഇതാരാ? സൂര്യയോട് പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ നോട്ടം അവസാനം തുമ്പിയിൽ എത്തിച്ചേർന്നു. ഇത് തുമ്പി, അഞ്ജലിയുടെ ഫ്രണ്ടിൻ്റെ മകളാണ്. സൂര്യ അതേ ചിരിയോടെ പറഞ്ഞപ്പോൾ മനുവും വാത്സല്യത്തോടെ തുമ്പിയുടെ തലയിൽ തലോടി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ, കുറച്ച് തിരക്കുണ്ട്. എന്തുകൊണ്ടോ പിന്നെയും അവിടെ നിൽക്കാൻ മനസ്സില്ലാത്തതുപോലെ അഞ്ജു അതും പറഞ്ഞ് സൂര്യയുടെ കയ്യിൽ നിന്നും മോളെ വാരിയെടുത്തപ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു പോയി. അറിയാതെ കണ്ണുകൾ നിറയുന്നതോടൊപ്പം അവൻ തുമ്പിയെ നോക്കിയപ്പോൾ അവളും സങ്കടത്തോടെ അവനെ നോക്കിയിരിക്കുകയാണ്. അങ്കിൾ വിഷമിക്കേണ്ടത്തോ, ചുംബി നാളെ വരാവേ, എന്നിച്ച് നമുക്ക് ഒത്തിരി കളിച്ച. സൂര്യയെ നോക്കി സമാധാനിപ്പിക്കും പോലെ മോൾ പറഞ്ഞപ്പോൾ അവൻ മോളെ നോക്കി ഒന്ന് തലയാട്ടി. എന്നാൽ ശരി സാർ, ഞങ്ങൾ ഇറങ്ങാം. സൂര്യയെയും മനുവിനെയും നോക്കി പറഞ്ഞുകൊണ്ട് അഞ്ജു മോളുമായി ഡോർ തുറന്നു പോയപ്പോൾ സൂര്യ ഒന്നും മിണ്ടാതെ അവർ പോണത് നോക്കിയിരുന്നു. ഏട്ടനാ കുറുമ്പിയെ നന്നായി പിടിച്ചു എന്ന് തോന്നുന്നല്ലോ. സൂര്യയുടെ മുഖം കണ്ട മനു പതിയെ ചോദിച്ചപ്പോൾ അവൻ മനുവിനെ ഒന്ന് നോക്കി. വേണ്ടപ്പെട്ടതെന്തോ കയ്യിൽ നിന്ന് പോയതുപോലെ തോന്നാം മനു. എന്തോ വല്ലാത്തൊരടുപ്പം ആ കുഞ്ഞിനോട് തോന്നിപ്പോവാ. മുന്നിലെ CCTVയിൽ കൂടെ അഞ്ജുവിനോട് എന്തൊക്കെയോ കുറുമ്പ് കാണിച്ച് പൊട്ടിച്ചിരിയോടെ നടന്നു പോകുന്ന മോളെ നോക്കി സൂര്യ പറഞ്ഞപ്പോൾ മനു ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തെ സങ്കടം നോക്കിയിരുന്നു.